ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയ നോമ്പുകാലം വീണ്ടും ഒരിക്കൽ കൂടി ആഗതമായി. ഈ നോമ്പുകാലത്ത് തിരുസഭ നമുക്ക് നൽകുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. യേശുക്രിസ്തു തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ സിനഗോഗിൽ വായിക്കുവാൻ തനിക്ക് ലഭിച്ച വചനവും തന്റെ ദൗത്യവും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. അതായത്, താൻ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് അജ്ഞരെ സദ്വാർത്ത അറിയിക്കുവാൻ, പാപത്തിന്റെ ദാസ്യത്തിലായിരിക്കുന്ന ജനതയ്ക്ക് അതിൽ നിന്നുള്ള വിടുതൽ, ആത്മീയ അന്ധത ബാധിച്ച ജനതയ്ക്ക് വിശുദ്ധിയിൽ വളരാനുള്ള കാഴ്ചപ്പാടും, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് സ്വാതന്ത്ര്യവും നൽകാൻ ഈ രക്ഷകനെ നമുക്കായി നൽകിയിരിക്കുന്നു എന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യവും ഈ സദ്വാർത്ത തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇപ്രകാരമുള്ള കാഴ്ചപ്പാടിലേക്ക് നാം വളരണമെങ്കിൽ നമ്മിലുള്ള അശുദ്ധിയെ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നീ ആത്മീയ ആയുധങ്ങളെടുത്ത് പോരാടി വിജയിക്കണം. പ്രത്യേകിച്ച് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവാൽ നിറയണം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ കുടികൊള്ളുന്നുവെന്നുള്ള ആ ബോധ്യം നമ്മിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പരമപ്രധാനമായ നമ്മുടെ ജീവിത ലക്ഷ്യമായ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഇന്നും അന്നും നടമാടിക്കൊണ്ടിരിക്കുന്ന ഉച്ചനീചത്വങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അശുദ്ധി, ബഹുദൈവ ആരാധന, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ അടിമത്തം തുടങ്ങി നാനാ രീതിയിലുള്ള ബന്ധനത്തിൽ നിന്ന് നമ്മെ, നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കുവാൻ നാം ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. ഇതിനുള്ള കൃപ ലഭിക്കണമെങ്കിൽ ദൈവിക ശക്തി പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടണം. ഈ നോമ്പുകാലം കഴുകപ്പെടലിന്റെ, അനുരഞ്ജനത്തിന്റെ, പാപദാസ്യത്തിൽ നിന്നുള്ള മോചനത്തിന്റെ നല്ല കാഴ്ചപ്പാടുകൾ ലഭിക്കുവാൻ ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാൽ നിറയാം. നന്ദി, നമസ്കാരം.